നമസ്കാരം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഇലോൺ മസ്കിൻ്റെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൻ്റെ ഉപരിഭാഗം ചന്ദ്രനിൽ ശക്തമായി ഇടിച്ചിറങ്ങിയ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. മണിക്കൂറിൽ 8700 കിലോമീറ്റർ വേഗതയിൽ, അതായത് ഭൂമിയിലെ ശബ്ദവേഗതയുടെ 7 ഇരട്ടി വേഗതയിലാണ് ഉപേക്ഷിക്കപ്പെട്ട ഈ റോക്കറ്റ് ഭാഗം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വന്നിടിച്ചത്. ഈ കൂട്ടിയിടിയിൽ ചന്ദ്രനിൽ ഏകദേശം 60 അടി വീതിയും 12 അടി താഴ്ചയുമുള്ള ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയിലെ നിരീക്ഷകർക്ക് ഇതൊരു പരീക്ഷണാത്മക ദൗത്യമായി തോന്നാമെങ്കിലും സൗരയൂഥത്തിലെ ഗുരുത്വാകർഷണ ബലങ്ങളും സൗരോർജ്ജ വികിരണങ്ങളും കാരണം യാദൃശ്ചികമായി സംഭവിച്ച ഒരു കൂട്ടിയിടി ആയിരുന്നു ഇത്. ശാസ്ത്രലോകം മാസങ്ങളായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം ബഹിരാകാശ മാലിന്യങ്ങളുടെ മാനേജ്മെൻറ്റിനെക്കുറിച്ചും അവ ഉണ്ടാക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിട്ടുണ്ട്. 2025 ജനുവരിയിൽ വിക്ഷേപിച്ച ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഫാൽക്കൺ 9 റോക്കറ്റ്. ഫയർഫ്ലൈയുടെ ബ്ലൂ ഗോസ്റ്റ്, ഐസ്പേസിൻ്റെ ഹക്കൂട്ടോ R എന്നീ 2 ചാന്ദ്ര ലാൻഡറുകളെ വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ച ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട റോക്കറ്റിൻ്റെ ഉപരിഭാഗം ഒരു വർഷത്തിലേറെയായി ബഹിരാകാശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സൂര്യൻ്റെ ആകർഷണ വലയവും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ വ്യതിയാനങ്ങളും കാരണം ഏപ്രിൽ അവസാനത്തോടെ തന്നെ ഈ ബഹിരാകാശ അവശിഷ്ടം ചന്ദ്രനുമായി കൂട്ടിയിടിക്കാനുള്ള പാതയിലാണെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിരുന്നു. ഒരു വശത്ത് നക്ഷത്ര സമാനമായ പദ്ധതികളും സ്റ്റാർഷിപ്പ് നിർമ്മാണവുമായി ബഹിരാകാശ മേഖല ഭരിക്കാൻ മസ്ക് ശ്രമിക്കുമ്പോൾ, ഇത്തരത്തിൽ അനിയന്ത്രിതമായി മാറിയ ഒരു ഉപകരണം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയത് സാങ്കേതികമായി ഏജൻസിക്ക് തിരിച്ചടിയാണെങ്കിലും പുതിയൊരു അനുഭവമാണ് നൽകുന്നത്. ചന്ദ്രനിൽ ഇത്തരം കൂട്ടിയിടികൾ സംഭവിക്കുന്നത് ഇതാദ്യമായില്ല എന്നതും വസ്തുതയാണ്. സ്വന്തമായ അന്തരീക്ഷമില്ലാത്തതിനാൽ ചെറുതും വലുതുമായ ഉൽക്കാശിലകൾ ദിവസേന ചന്ദ്രനിൽ പതിക്കാറുണ്ട്. കൂടാതെ മനുഷ്യനിർമ്മിത വസ്തുക്കളും ഇതിനു മുൻപ് ചന്ദ്രനിൽ പരീക്ഷണാർത്ഥം ഇടിച്ചിറക്കിയിട്ടുമുണ്ട്. 1970കളിൽ നാസയുടെ പ്രശസ്തമായ അപ്പോളോ ദൗത്യങ്ങളുടെ ഭാഗമായി സാറ്റേൺ 5 റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ കൃത്രിമമായി ചന്ദ്രനിൽ ഇടിച്ചിറക്കി ഭൂകമ്പ തരംഗങ്ങൾ പഠിച്ചിരുന്നു. 2009ലും സമാനമായ രീതിയിൽ ഉപരിതല പഠനങ്ങൾക്കായി നാസ റോക്കറ്റ് ഭാഗങ്ങൾ അവിടെ പതിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു സ്വകാര്യ കമ്പനിയുടെ ഉപേക്ഷിക്കപ്പെട്ട ബഹിരാകാശ മാലിന്യം അനിയന്ത്രിതമായി ചന്ദ്രനിൽ ഇടിച്ചു തകരുന്നത് ബഹിരാകാശ നിയമങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ലംഘനമായി പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കൂട്ടിയിടി മൂലം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നുയർന്ന പൊടിപടലങ്ങളും പാറക്കഷ്ണങ്ങളും കുറഞ്ഞ ഗുരുത്വാകർഷണത്തിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് പഠിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോൾ അപൂർവമായ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങൾക്കും ഉപരിതല ഗവേഷണങ്ങൾക്കും സഹായകരമായേക്കാം. എന്നാൽ അതേസമയം തന്നെ പ്രോജക്റ്റ് പ്ലൂട്ടോ വഴി ഇത്തരം വസ്തുക്കളെ നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞനായ ബിൽ ഗ്രേയെ പോലെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ബഹിരാകാശ പേടകങ്ങളും റോക്കറ്റ് ഭാഗങ്ങളും ദൗത്യത്തിന് ശേഷം ലക്ഷ്യമില്ലാതെ ഉപേക്ഷിക്കുന്നത് അതീവ ഗുരുതരമായ പ്രവണതയാണ് എന്നാണ്. ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യൻ്റെ സ്ഥിര സാന്നിധ്യവും ബഹിരാകാശ നിലയങ്ങളും നിലവിൽ വരുമ്പോൾ ഇത്തരം നിയന്ത്രണമില്ലാത്ത അവശിഷ്ടങ്ങൾ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. അതിനാൽ വരുംകാല ആഴക്കടൽ ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ ഇത്തരം യാദൃശ്ചിക ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ കർശനമായ അന്താരാഷ്ട്ര നയങ്ങളും സുരക്ഷിതമായ നിർമ്മാർജ്ജന മാർഗങ്ങളും അനിവാര്യമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.